ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എ ന്യൂ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബിയെക്കുറിച്ചാണ്. ക്യാപിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട്, പ്രൈമറി മാർക്കറ്റുമായി ബന്ധപ്പെട്ട്, സെക്കൻഡറി മാർക്കറ്റുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നുള്ളത്. ഇന്ത്യയിലൊട്ടാകെയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ നിയന്ത്രിക്കുന്ന, മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് സെബി അഥവാ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നുള്ളത്. ഇന്ത്യയിലെ ഏതൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് സെബി. സെബി ഇൻട്രൊഡക്ഷൻ. The government's avowed interest in regulating the capital market and safeguarding the retail investors to lead to creation of Security Exchange Board of India and subsequent reforms in the market. ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സേഫ് ആക്കുന്നതിന് വേണ്ടിയിട്ടും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് എന്ത് ചെയ്തത്, ഇന്ത്യയിൽ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സംവിധാനത്തിന് തുടക്കം കുറിച്ചത്. ദ സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ്സ് ഇൻ ദി പാസ്റ്റ് ഡിക്കേഡ് ഹാവ് ചേഞ്ച്ഡ് ദ കോഴ്സ് ഓഫ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിട്ടുള്ള ഒരുപാട് ഇവൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ദ IPOs ഇൻ ദി പ്രൈമറി മാർക്കറ്റ്, ദ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, IPOയുടെ മുഴുവനായിട്ട് പറയുകയാണെങ്കിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. സോ ദ IPO ഇൻ ദി പ്രൈമറി മാർക്കറ്റ് ആൻഡ് several secondary market practices got changed, affecting the prime constituent of the capital market, the individual investor. പ്രൈമറി മാർക്കറ്റിൽ IPOകൾ, സെക്കൻഡറി മാർക്കറ്റിൽ ഒരുപാട് പ്രാക്ടീസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുത്തിയിട്ടുണ്ട്, എസ്പെഷ്യലി ദ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ. ദർ cannot be two opinions on the fact that SEBI has, by its guidelines, regulations and directions, statutorily promoted disclosure of all relevant information and has strengthened the protection to investors in the security market. സെബി എന്ന് പറയുന്ന സ്ഥാപനം അതിൻ്റെ ഗൈഡ്ലൈൻസിലൂടെ, റെഗുലേഷൻസിലൂടെ, ഡയറക്ഷൻസിലൂടെ, സ്റ്റാറ്റ്യൂട്ടറിലി പ്രൊമോട്ട് ചെയ്ത ഡിസ്ക്ലോഷേഴ്സിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റി മാർക്കറ്റിൽ ഉറപ്പുവരുത്തുന്നുണ്ട്, അത് സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. Then we are moving to the formation of SEBI. SEBI എങ്ങനെയാണ് രൂപീകരിച്ചിട്ടുള്ളത്? സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. The Securities and Exchange Board of India, SEBI, was established by the Government of India through an executive resolution in 1988. 1988 ഒരു എക്സിക്യൂട്ടീവ് റെസൊല്യൂഷനിലൂടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. And was subsequently upgraded as a fully autonomous body. പിന്നീട് ഈ സെബിയെ ഒരു ഫുള്ളി ഓട്ടോണമസ് ബോഡിയായിട്ട്, സ്റ്റാറ്റ്യൂട്ടറി ബോർഡായിട്ട് മാറ്റി 1992 ബൈ പാസിംഗ് ദി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട്. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് അഥവാ സെബി ആക്ട് 1992 ജനുവരി 30 പാസ്സാക്കിയതിലൂടെയാണ് എന്ത് ചെയ്തത്, സെബി ഒരു ഓട്ടോണമസ് ബോഡിയായിട്ട് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോർഡായിട്ട് മാറിയത്. റിലേറ്റീവ്ലി എ ബ്രീഫ് ആക്ട് കണ്ടെയ്നിങ് 35 sections, ദ സെബി ആക്ട് ഗവേൺസ് ഓൾ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആൻഡ് ദ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ഇൻ ഇന്ത്യ. 35 സെക്ഷനുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഈ ആക്ട്, ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സെബി ആക്ട് എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലെ എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെയും എല്ലാ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻസിനെയും എന്ത് ചെയ്യുന്നു, ഗവേൺ ചെയ്യുന്നു, അതിനെ നിയന്ത്രിക്കുന്നു, അതിനെ ഭരിക്കുന്നു. ഇറ്റ് ഹാസ് ബീൻ സെറ്റപ്പ് ആസ് എ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ഓട്ടോണോമസ് റെഗുലേറ്ററി ബോർഡ് വിത്ത് ഇൻഡിപെൻഡൻറ്റ് പവേഴ്സ് ആൻഡ് ഡിഫൈൻഡ് റെസ്പോൺസിബിലിറ്റി. സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി അതുപോലെ തന്നെ ഓട്ടോണമസ് ആയിട്ടുള്ള റെഗുലേറ്ററി ബോർഡായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പവേഴ്സ് ഉണ്ട്, ഡിഫൈൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, to cover both development and regulation of the capital market. It may be said that this is a positive outcome of the security scam of 1990-91. 1990-91 കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള
സെക്യൂരിറ്റി സ്കാമിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പോസിറ്റീവ് ഔട്ട്കം എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സെബി ആക്ട് പാസ്സാക്കിയതും അത് പ്രകാരം എന്ത് ചെയ്തത്, ഇന്ത്യയിലെ എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെയും സെക്യൂരിറ്റി ട്രാൻസാക്ഷനുകളെയും നിയന്ത്രിച്ചതും. 1991 കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഹർഷദ് മേത്ത എന്നറിയപ്പെടുന്ന ഒരു സ്റ്റോക്ക് ബ്രോക്കർ എന്ത് ചെയ്തത്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്കാം നടത്തിയത്. സോ അത് 1992 അത് ഐഡൻറ്റിഫൈ ചെയ്തത്. സോ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സെബി ആക്ട് പാസ്സാക്കിയതും അത് പ്രകാരം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെയും സ്റ്റോക്ക് മാർക്കറ്റിനെ തന്നെ നിയന്ത്രിക്കുന്നതിനുള്ള അധികാരം സെബിക്ക് വന്നു ചേർന്നതും. ദെൻ റീസൺ ടു ഫോം സെബി. സെബി ഫോം ചെയ്യുന്നതിനുള്ള എന്തെല്ലാം കാരണങ്ങളാണ്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം ഇന്ത്യയിൽ ഫോം ചെയ്യുന്നതിനുണ്ടായ കാരണങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമത്തേതാണ് മാനിപ്പുലേഷൻ ഓഫ് സെക്യൂരിറ്റി പ്രൈസ്. സെക്യൂരിറ്റി പ്രൈസിൽ എന്ത് ചെയ്യുന്നു, മാനിപ്പുലേഷൻ വരുത്തുക, മാറ്റം വരുത്തുക എന്നുള്ളത് അത് പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമായിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൽ കമ്പനീസ് എന്ത് ചെയ്യുന്നു, സെക്യൂരിറ്റി പ്രൈസിൽ എന്ത് ചെയ്യുന്നു, മാനിപ്പുലേഷൻ വരുത്തുന്നു. ഇതൊരു ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റി ആയിരുന്നു. ഇതിനെ എന്ത് ചെയ്യുന്നു, ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇതിനെ എന്ത് ചെയ്യുന്നു, കേർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സെബി ഫോം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രൈസ് റിഗ്ഗിങ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി, പ്രൈസ് റിഗ്ഗിങ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. പ്രൈസ് ഫിക്സിംഗ് ഈസ് എ ആൻറ്റി കോമ്പറ്റീറ്റീവ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പാർട്ടിസിപ്പൻസ് ഓൺ ദി സെയിം സൈഡ് ഇൻ എ മാർക്കറ്റ് ടു ബൈ ഓർ സെൽ എ പ്രോഡക്റ്റ്, service or commodity only at a fixed price or maintain the market conditions such that the price is maintained at a given level by controlling supply and demand. സെക്യൂരിറ്റീസിൻ്റെ സപ്ലൈയും ഡിമാൻഡും കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു പ്രൈസ്, ഒരു ആൻറ്റി കോമ്പറ്റീറ്റീവ് എഗ്രിമെൻറ്റ് പ്രകാരം പ്രൈസ് ഫിക്സ് ചെയ്യുന്ന രീതിയാണ്. ഇത് എന്താണ്, ഇല്ലീഗലാണ്. ദെൻ മറ്റൊരു കാരണമാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്നുള്ളത്. ഇൻസൈഡർ ട്രേഡിംഗ് ഈസ് ആൻ ഇല്ലീഗൽ ആക്ടിവിറ്റി. Insider trading involves trading in a public company stock by someone who has non-public material information about that stock for any reason. Insider trading എന്ത് ചെയ്യുന്നു, ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട നോൺ പബ്ലിക് മെറ്റീരിയൽ ഇൻഫോർമേഷൻസ് ഉണ്ടാവും. അതിനെ എന്ത് ചെയ്തു, പബ്ലിഷ് ചെയ്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും അതിൻ്റെ അഡ്വാൻറ്റേജ് നേടിയെടുക്കുന്ന ആളുകളാണ് ഇൻസൈഡർ ട്രേഡേഴ്സ്. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. ദെൻ വി ആർ മൂവിങ് ടു ദി ഫോർത്ത് വൺ, ഡിലേ ഇൻ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് സെറ്റിൽമെൻറ്റ്. സെക്യൂരിറ്റീസിനെ ലിസ്റ്റ് ചെയ്യുന്നതിലുള്ള കാലതാമസം, ഒരു കമ്പനിയുടെ സെക്യൂരിറ്റീസിനെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നതിലുള്ള കാലതാമസം, അതുപോലെ ട്രേഡ് സെറ്റിൽമെൻറ്റ്, സെക്യൂരിറ്റീസിൻ്റെ ട്രേഡ് സെറ്റിൽമെൻറ്റിലുള്ള കാലതാമസം, ഇവയൊക്കെ സെബി ഫോം ചെയ്യുന്നതിന് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഫെയർ ഡീലിങ്സ് ഇല്ലാത്തൊരു പ്രശ്നം, ന്യായമായ രീതിയിൽ ജെന്യുവൻ ആയിട്ടുള്ള രീതിയിലുള്ള ഡീലിങ്സ് ഇല്ലാത്തൊരു പ്രശ്നം. അതുപോലെ പ്രൊട്ടക്ഷൻ ഓഫ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ്, നിക്ഷേപകരുടെ താൽപ്പര്യത്തെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, സെബി ഫോം ചെയ്തിട്ടുള്ളത്. അതുപോലെ ലാക്ക് ഓഫ് കൺട്രോൾ ഓവർ ബ്രോക്കേഴ്സ്, ഇൻ്റർമീഡിയറീസ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻ്റർമീഡിയറീസ് ആയിട്ടുള്ള ബ്രോക്കേഴ്സിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ടുള്ള കൺട്രോൾ ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്, സെബി ഫോം ചെയ്തിട്ടുള്ളത്. ദെൻ വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് സെബി? സെബി വാസ് സെറ്റപ്പ് to assist and facilitate the mobilization of adequate resources through the security market and its efficient allocation, keeping in mind the interest of issuers, investors and intermediaries. The primary objectives of SEBI are: first one, to protect the interest of investors in security. നിക്ഷേപകരുടെ താൽപ്പര്യത്തെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സെബി ഉള്ളത്. രണ്ടാമത്തേത് ടു പ്രൊമോട്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുക, അതിനുവേണ്ടി അത് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് സെബിയുടെ. ടു റെഗുലേറ്റ് ദ സെക്യൂരിറ്റി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുക, നിയന്ത്രിക്കുക എന്നുള്ളതും സെബിയുടെ ലക്ഷ്യമാണ്. ഫോർ മാറ്റേഴ്സ് കണക്റ്റഡ് ദെയർ വിത്ത് ഇൻസിഡൻ്റൽ ദെയർ ടു, ഈ പറയുന്ന സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാവിധ മാറ്റേഴ്സും ഇതൊക്കെ എന്താണ്, സെബിയുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. First one, protecting the interest of the investors. SEBI endeavors to restore and safeguard the trust of investors. നിക്ഷേപകരുടെ വിശ്വാസത്തെ സേഫ് ഗാർഡ് ചെയ്യുക,
റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് സെബിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈവൺ എ സ്മോൾ ഇൻവെസ്റ്റർ, ഒരു സ്മോൾ ഇൻവെസ്റ്റർ ആണെങ്കിൽ പോലും അയാളുടെ താല്പര്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് സെബിയുടെ ഒരു ലക്ഷ്യമാണ്. ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് ദി പ്ലെയേഴ്സ് കണക്റ്റഡ് വിത്ത് സെക്യൂരിറ്റി മാർക്കറ്റ് സച്ച് ആസ് ഇൻവെസ്റ്റേഴ്സ്, കോർപ്പറേറ്റ് സെക്ടർ ആൻഡ് ഇൻ്റർമീഡിയറി. ഇത്തരത്തിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന എങ്ങനെയാണ്? സെക്യൂരിറ്റി മാർക്കറ്റിലുള്ള പ്ലെയേഴ്സ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്, കോർപ്പറേറ്റ് സെക്ടറുകൾ, അതുപോലെ ഇൻ്റർമീഡിയറീസ്, ഇവരുടെ എല്ലാം നീഡ്സിനെ മീറ്റ് ചെയ്തുകൊണ്ട്, ആവശ്യങ്ങളെ മീറ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നത്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇറ്റ് വർക്ക്സ് ഫോർ ക്രിയേറ്റിംഗ് പ്രോപ്പർ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ്. ഒരു പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ് എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നതിന് ഇത് കാരണമാകുന്നുണ്ട്. അറ്റ് മിനിമം കോസ്റ്റ്, ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ. ഇറ്റ് എയിംസ് അറ്റ് എഡ്യൂക്കേറ്റിംഗ് ഇൻവെസ്റ്റേഴ്സ്. നിക്ഷേപകർക്ക് എന്ത് ചെയ്യുക, ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. ടു മേക്ക് ദം അവെയർ ഓഫ് ദെയർ റൈറ്റ്സ്. ഒരു ഇൻവെസ്റ്റർക്കുള്ള റൈറ്റ് എന്തെല്ലാമാണ്, അതുപോലെ അവർക്ക് കിട്ടേണ്ട ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ, എഡ്യൂക്കേഷൻ നൽകുക, വിദ്യാഭ്യാസം നൽകുക, ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ്. Then promote the development of security market. Since its inception, SEBI has been working targeting the securities and is attending to the fulfillment of its objectives with commendable zeal and dexterity. The improvements in the security market like capitalization requirements, margining, establishment of clearing corporations reduced the risk of credit. റിസ്ക് ഓഫ് ക്രെഡിറ്റിനെ കുറയ്ക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഏതിലൂടെ? ക്യാപിറ്റലൈസേഷൻ റിക്വയർമെൻറ്റ്സിലൂടെ, മാർജിനിങ്ങിലൂടെ, മാർജിൻ സിസ്റ്റം കൊണ്ടുവന്നതിലൂടെ, ക്ലിയറിംഗ് കോർപ്പറേഷൻ അല്ലെങ്കിൽ ക്ലിയറിംഗ് ഹൗസുകൾ സെറ്റപ്പ് ചെയ്യുന്നതിലൂടെ എന്നാണ് പറയുന്നത്. സെബി അഡോപ്റ്റ് 2 ബ്രോഡ് അപ്രോച്ചസ് ടു ഡെവലപ്പ് സെക്യൂരിറ്റി മാർക്കറ്റ്. സെക്യൂരിറ്റി മാർക്കറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി സെബി 2 വലിയ ഒരു അപ്രോച്ചുകളാണ് എടുത്തിട്ടുള്ളത്. ഒന്ന്, ടു ഇൻ്റഗ്രേറ്റ് ദ സെക്യൂരിറ്റി മാർക്കറ്റ് അറ്റ് നാഷണൽ ലെവൽ ആൻഡ് ടു ഡൈവേഴ്സിഫൈ ട്രേഡിംഗ് പ്രോഡക്ട്സ്. ഇൻ്റഗ്രേറ്റ് സെക്യൂരിറ്റി മാർക്കറ്റ് അറ്റ് നാഷണൽ ലെവൽ, ദേശീയ തലത്തിൽ എന്ത് ചെയ്യുന്നു, സെക്യൂരിറ്റി മാർക്കറ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഒരുമിപ്പിക്കുക. അതുപോലെ ടു ഡൈവേഴ്സിഫൈ ദ ട്രേഡിംഗ് പ്രോഡക്ട്സ്, ട്രേഡിംഗ് പ്രോഡക്റ്റുകളെ ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളതും. സോ ദാറ്റ് ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ട്രേഡേഴ്സ് ഇൻക്ലൂഡിംഗ് ബാങ്ക്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻഷുറൻസ് കമ്പനീസ്, മ്യൂച്വൽ ഫണ്ട്സ്, പ്രൈമറി ഡീലേഴ്സ്, ഇങ്ങനെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും, ട്രാൻസാക്ട് ചെയ്യും എന്നുള്ളതാണ്. ദെൻ regulation of the securities market. SEBI has introduced comprehensive regulatory measures, prescribed registration norms, eligibility criteria, code of obligation and the code of conduct for the different intermediaries like bankers to the issue, merchant bankers, brokers and sub-brokers, registrars, portfolio managers, credit rating agencies, underwriters and others. It has framed by laws, risk identification and risk management systems for clearing house of stock exchanges, surveillance system. അതായത് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബാങ്കേഴ്സ്, ബ്രോക്കേഴ്സ്, മെർച്ചൻറ്റ് ബാങ്കേഴ്സ്, സബ് ബ്രോക്കേഴ്സ്, രജിസ്ട്രാർ, പോർട്ട്ഫോളിയോ മാനേജേഴ്സ്, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്, അണ്ടർ റൈറ്റേഴ്സ്, അതുപോലെയുള്ള ഇതിനൊക്കെ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു, റെഗുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ വി ആർ മൂവിങ് ടു ദി ഓർഗനൈസേഷൻ ഓഫ് സെബി. ദ സെബി ഈസ് എ ബോഡി കോർപ്പറേറ്റ്. സെബി എന്ന് പറയുന്നത് എന്താണ്? ഒരു ബോഡി കോർപ്പറേറ്റ് ആണ്, ഒരു കമ്പനിക്ക് സമാനമാണ്. അണ്ടർ ദി സെക്ഷൻ 4 ഓഫ് ദി സെബി ആക്ട്, സെബി ആക്ട് സെക്ഷൻ 4 പ്രകാരം ദ മാനേജ്മെൻറ്റ് ഓഫ് സെബി ഈസ് എൻട്രസ്റ്റഡ് വിത്ത് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു സെബിയുടെ പ്രവർത്തനങ്ങൾ മാനേജ്മെൻറ്റിൽ എൻട്രസ്റ്റ് ചെയ്തിട്ടുള്ളത്, നിക്ഷിപ്തമാക്കിയിട്ടുള്ളത്. ദ ബോർഡ് കൺസിസ്റ്റ് ഓഫ്, ആ ബോർഡിൽ, ഒരു സെബിയിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ആരൊക്കെയുള്ളത് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, എ ചെയർമാൻ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദി ഗവൺമെൻറ്. ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു ചെയർമാൻ. 2 members from among officials of Ministry of Government of India dealing with finance and administration of companies. ഫിനാൻസുമായി ബന്ധപ്പെട്ട, അതുപോലെ കമ്പനി അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട 2 ഒഫീഷ്യൽസിനെ എന്ത് ചെയ്യുന്നു, മിനിസ്ട്രി ഓഫ് ഗവൺമെൻറ്റിൽ നിന്നും ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യും. അവരും ഇതിലൊരു മെമ്പർ ആയിരിക്കും. 1 member from among the officials nominated by RBI. RBI നോമിനേറ്റ് ചെയ്യുന്ന ഒരു മെമ്പറും ഇതിലുണ്ടാവും. അതുപോലെ 5 members of whom at least 2 should be the whole time members nominated by the government.
ഒരു ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്തിട്ടുള്ള വോൾ ടൈം മെമ്പേഴ്സ് ആയിരിക്കും 5 മെമ്പേഴ്സിൽ. ഇനി പറയുന്ന 5 മെമ്പേഴ്സിൽ 2 ആളുകൾ. ഇറ്റ് ഈസ് ജനറൽ സൂപ്രണ്ടൻറ്റ് ഡയറക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ആർ വെസ്റ്റഡ് ഇൻ ദി ബോർഡ് ഓഫ് മെമ്പേഴ്സ് which may exercise all powers and do all act which may be exercised done by the SEBI. Next, the chairman has also power to general superintendent and direction its affairs may also exercise all powers. The chairman and other members SEBI should be persons of ability, integrity and standing who have shown capacity in dealing with problems relating to the security market or have special knowledge or experience of law, finance, economics, accountancy, administration or any other discipline. ശ്രദ്ധിക്കേണ്ട കാര്യം, സെബിയിലെ ചെയർമാൻ എന്ത് ചെയ്തിരിക്കണം, അതുപോലെ മറ്റുള്ള മെമ്പേഴ്സിനും എന്തുണ്ടായിരിക്കണം, പേഴ്സണൽ എബിലിറ്റി ഉണ്ടാകണം, ഇൻറ്റഗ്രിറ്റി ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ നോളജ്, നിയമവുമായി ബന്ധപ്പെട്ട് ലോ ആയി ബന്ധപ്പെട്ട സ്പെഷ്യൽ നോളജ് ഉണ്ടാവണം, ഫിനാൻസുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ നോളജ് ഉണ്ടാവണം, എക്കണോമിക്സുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ നോളജ് ഉണ്ടാവണം, അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ നോളജുകൾ ഉണ്ടാവണം. അങ്ങനെയുള്ള ഇതൊക്കെയാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. പിന്നീട് പറയുന്നത് സെബിയുടെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് മുംബൈയിലാണ്. റീജിയണൽ ഓഫീസ് പറയുന്നത് ഒന്ന് ഡൽഹിയിലാണ്, മറ്റൊന്ന് കൽക്കട്ടയിലാണ്, മൂന്നാമത്തേത് ചെന്നൈയിലാണ്. ദെൻ വി ആർ മൂവിങ് ടു ദി പവേഴ്സ് ഓഫ് സെബി. സെബിയുടെ അധികാരങ്ങൾ, സെബിയുടെ പവേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. Section 11 of SEBI Act provides that it is the duty of the board to protect the interest of investors in securities and to promote the development of and to regulate the security market by such measures required. The Act given power to the board to regulate the business in stock exchanges, register and regulate the working of stock brokers. ഒരുപാട് അധികാരങ്ങൾ നൽകിയിട്ടുണ്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രവർത്തനങ്ങളെ റെഗുലേറ്റ് ചെയ്യുക, അതുപോലെ സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെ, സബ് ബ്രോക്കേഴ്സിനെയും, ഷെയർ ട്രാൻസ്ഫർ ഏജൻസിനെയും, ബാങ്കർ ടു ആൻ ഇഷ്യൂവിനെയും, ട്രസ്റ്റീസ് ഓഫ് ട്രസ്റ്റ് ഡീഡ്സിനെയും, രജിസ്ട്രാർ ടു ആൻ ഇഷ്യൂവേയും, മെർച്ചൻറ്റ് ബാങ്കറെയും, അണ്ടർ റൈറ്ററെയും, അതുപോലെ പോർട്ട്ഫോളിയോ മാനേജേഴ്സിനെയും, ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സിനെയും ഒക്കെ എന്ത് ചെയ്യുക, അപ്പോയിൻ്റ് ചെയ്യുക, അതുപോലെ രജിസ്റ്റർ ചെയ്യുക, അതുപോലെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓൾസോ രജിസ്റ്റർ ആൻഡ് റെഗുലേറ്റ് ദ വർക്കിംഗ് ഓഫ് കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം ഇൻക്ലൂഡിംഗ് മ്യൂച്വൽ ഫണ്ട്. ടു പ്രൊഹിബിറ്റ്, പിന്നെ ഉള്ളത് എന്താണ്, ടു പ്രൊഹിബിറ്റ് ഫ്രോഡുലൻറ്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ആൻഡ് ഇൻസൈഡർ ട്രേഡിംഗ്. സെബിക്കുള്ള മറ്റൊരു അധികാരമാണ് ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള അൺഫെയർ ട്രേഡ് പ്രാക്ടീസുകൾ, അതുപോലെ ഇൻസൈഡർ ട്രേഡിംഗ് ഒക്കെ എന്ത് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത്, അതിനെ നിയന്ത്രിക്കുക എന്നുള്ളതെങ്കിൽ നിരോധിക്കുക എന്നുള്ളത്. അതുപോലെ ടു റെഗുലേറ്റ് ടേക്ക് ഓവേഴ്സ് ആൻഡ് മെർജേഴ്സിനെയൊക്കെ എന്ത് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക. കമ്പനീസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടേക്ക് ഓവർ ചെയ്യുന്നത്, അതിനെ എന്ത് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക. അതുപോലെ ടു കണ്ടക്ട് എൻക്വയറീസ് ആൻഡ് ഓഡിറ്റ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ കൃത്യസമയത്ത് എന്ത് ചെയ്യുക, എൻക്വയറി നടത്തുക. അതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ അക്കൗണ്ട്സിനെ എന്ത് ചെയ്യുക, ഓഡിറ്റിംഗ് നടത്തുക എന്നുള്ളതും സെബിക്കുള്ള പവേഴ്സാണ്. പിന്നീട് പറയുന്നതാണ് സെബി ഹാസ് 3 ഫങ്ഷൻസ്. 1 ബോഡി, ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യൽ ആൻഡ് എക്സിക്യൂട്ടീവ് എന്നുള്ള രീതിയിൽ 3 തരത്തിലുള്ള ഫംഗ്ഷനുകളാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഫങ്ഷൻസ് ഓഫ് സെബി: ഹെൽപ്പിംഗ് ദ ബിസിനസ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആൻഡ് ഇൻ ദി അതർ സെക്യൂരിറ്റി മാർക്കറ്റ്, രജിസ്റ്ററിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് ദി സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, സബ് ബ്രോക്കേഴ്സ്, ഷെയർ ട്രാൻസ്ഫർ ഏജൻറ്റ് എക്സെട്ര, രജിസ്റ്ററിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് വർക്കിംഗ് ഓഫ് ഡെപ്പോസിറ്ററീസിൻ്റെ പ്രവർത്തനങ്ങളെ രജിസ്റ്റർ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക. അതുപോലെ പാർട്ടിസിപ്പൻസിനെ, കസ്റ്റോഡിയൻസ് ഓഫ് സെക്യൂരിറ്റീസിനെ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെയൊക്കെ രജിസ്റ്റർ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ രജിസ്റ്ററിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് ദ വർക്കിംഗ് ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ് ആൻഡ് കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം ഇൻക്ലൂഡിംഗ് മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളെ, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകളെ എന്ത് ചെയ്യുക, സെബിയിൽ രജിസ്റ്റർ ചെയ്യുക, അതുപോലെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതും സെബിയുടെ ഒരു ഫംഗ്ഷനാണ്. പ്രൊമോട്ടിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസിനെ റെഗുലേറ്റ് ചെയ്യുക, അതുപോലെ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ പ്രൊഹിബിറ്റിംഗ് ഫ്രോഡുലൻ്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് റിലേറ്റിംഗ് ടു സെക്യൂരിറ്റി മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള അൺഫെയർ ട്രേഡ് പ്രാക്ടീസുകളെ നിരോധിക്കുക എന്നുള്ളതും സെബിയുടെ ഫംഗ്ഷനാണ്. പിന്നെ പറയുന്നതാണ് പ്രൊമോട്ടിംഗ് ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ഇൻ്റർമീഡിയറീസ് ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റ്. ഇൻവെസ്റ്റേഴ്സിന് വിദ്യാഭ്യാസം നൽകുന്ന, അവയർനെസ് നൽകുന്ന രീതിയിലുള്ള കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ ഇൻ്റർമീഡിയറീസ്, സെക്യൂരിറ്റി മാർക്കറ്റിലുള്ള ഇടനിലക്കാരായിട്ടുള്ള ആളുകൾക്ക് ആവശ്യമായ ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുക. പ്രൊഹിബിറ്റിംഗ് ഇൻസൈഡർ ട്രേഡിംഗ് ഇൻ
സെക്യൂരിറ്റീസിന് മുകളിലുള്ള ഇൻസൈഡർ ട്രേഡിങ്ങിനെ പ്രൊഹിബിറ്റ് ചെയ്യുക, നിരോധിക്കുക. റെഗുലേറ്റിംഗ് സബ്സ്റ്റൻഷ്യൽ അക്വിസിഷൻ ഓഫ് ഷെയർസ് ആൻഡ് ടേക്ക് ഓവേഴ്സ് ഓഫ് ദി കമ്പനി. കമ്പനീസിൻ്റെ ടേക്ക് ഓവേഴ്സിനെയും ഷെയർ അക്വിസിഷനെയും ഒക്കെ എന്ത് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക. അതുപോലെ കോളിംഗ് ഫോർ ഇൻഫർമേഷൻ ഫ്രം അണ്ടർടേക്കിംഗ് ഇൻസ്പെക്ഷൻ, കണ്ടക്ടിങ് ഇൻക്വയറീസ് ആൻഡ് ഓഡിറ്റ് ഓഫ് ദി സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഓഡിറ്റിംഗ് നടത്തുക, ഇൻക്വയറീസ് നടത്തുക, ഇൻസ്പെക്ഷൻ നടത്തുക എന്നുള്ളതൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. പിന്നെ പറയുന്നതാണ് കോളിംഗ് ഫോർ ഇൻഫർമേഷൻ ആൻഡ് റെക്കോർഡ് ഫ്രം എനി ബാങ്ക്. ഏതൊരു ബാങ്കിൽ നിന്നും ഏതൊരു അതോറിറ്റിയിൽ നിന്നും ബോഡി കോർപ്പറേഷനിൽ നിന്നും എന്ത് ചെയ്യുക, ഇൻഫോർമേഷന് വേണ്ടി റെക്കോർഡുകൾക്ക് വേണ്ടി കോൾ ചെയ്യുക എന്നുള്ളത്. അതുപോലെ പെർഫോമിംഗ് സച്ച് ഫംഗ്ഷൻ ആൻഡ് എക്സസൈസിങ് സച്ച് പവർ അണ്ടർ ദി പ്രൊവിഷൻ ഓഫ് സെക്യൂരിറ്റി കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട്. സെക്യൂരിറ്റി കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956 പ്രകാരമുള്ള പവേഴ്സും ഫങ്ഷൻസും ഒക്കെ എക്സസൈസ് ചെയ്യുക, നടപ്പിലാക്കുക എന്നുള്ളതും സെബിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ലെവി ഫീസ് ആൻഡ് അതർ ചാർജസ് ഫോർ ക്യാരിയിങ് ഔട്ട് ദി പർപ്പസ് ഓഫ് ദിസ് സെക്ഷൻ. ഫീസ് അതുപോലെ തന്നെ മറ്റ് ചാർജുകളൊക്കെ ഈടാക്കുക. കണ്ടക്ടിങ് റിസർച്ച് ഫോർ ദി അബോവ് പർപ്പസ്. ആൻഡ് കോളിംഗ് ഫ്രം or furnishing to any such agencies as may specified by the board, performing such other functions as may be prescribed. So these are the functions of SEBI. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.